ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശി വേദയുടെ സങ്കടം മാറ്റി അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അവിടെയാണെങ്കിൽ കുടുംബക്കാരൊക്കെ ഉണ്ട്, പോകാൻ തുടങ്ങാണ്. ആ സമയം നന്ദിനി പറയും, പോയി കഴിഞ്ഞ ഉടനെ വരേണ്ടി വരും, ഒരു ചടങ്ങൂടെ ബാക്കിയുണ്ട്. അതെന്ത് ചടങ്ങ് എന്ന് നോക്കുമ്പോ നന്ദിനി കളിയാക്കിക്കൊണ്ട് പറയും, ഇപ്പൊ ഇത് പരമശിവനാണല്ലോ വേദയുടെ കഴുത്തിലിട്ട് കൊടുത്തത്, ഇനി അത് വിക്രം തന്നെ കെട്ടണമല്ലോ, ആ ഒരു ചടങ്ങിന് കാര്യം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുമ്പോ അച്ഛൻ പറയും, ഇനി ഒരു ചടങ്ങൂടെ ഉണ്ട്, പക്ഷെ അത് ഇവള് പറഞ്ഞതല്ല, വേദയുടെയും വിക്രമിന്റെയും കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ്. കേട്ട നന്ദിനി, നിന്റെ വീട്ടുകാരെ പ്രത്യേകിച്ച് വിളിക്കണം. ഇത് കേൾക്കുമ്പോ വിരുന്നുകാർക്ക് ചിരി വരുന്നുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഇറങ്ങാണ്. അവര് പോയി കഴിഞ്ഞാൽ ശ്രീജ പറയും, പുറത്തത്തെ ആൾക്കാർ നിൽക്കുമ്പോഴെങ്കിലും നിനക്ക് ഈ കുത്തുന്ന വർത്താനം നിർത്തിക്കൂടെ നന്ദിനി. അമ്മ പറയും, അങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ലേ ശരിക്കും അബദ്ധം, ഉള്ളില് വിഷം നിറയുമ്പോ ഒന്ന് ചീറ്റിയെങ്കിലും കളയണ്ടേ അമ്മേ എന്ന് നന്ദിനി വിളിക്കുമ്പോ കമല പറയും, വേണമെന്ന് വിചാരിച്ചിട്ടല്ല നന്ദിനി, നീ പറയിപ്പിക്കുന്നതാ. അപ്പോ അച്ഛമ്മ പറയും, നന്നായി കമലെ, എന്ത് കേട്ടാലും നീ മിണ്ടാതിരിക്കുന്നതാ ഈ വീട്ടിലെ കുഴപ്പം. മിക്കവാറും ആൾക്കാരൊക്കെ പോയില്ലേ കമലെ. എന്താ അമ്മേ, അച്ഛമ്മയ്ക്കും സുധാകരനും ഇവിടെ കഴിച്ചമ്മേ? അവരൊക്കെ കഴിച്ചു, വിക്രം കഴിച്ചിട്ടില്ല. അപ്പൊ അച്ഛമ്മ പറയും, ഇവരെ ഒരുമിച്ചല്ലേ ഇരിക്കേണ്ടത്, ഞാൻ അവനെ വിളിച്ചിട്ട് വരാം, നീ അല്ലേ വെക്കാൻ നോക്ക്. ശരി അച്ഛമ്മേ. അങ്ങനെ അച്ഛമ്മ വിക്രത്തിനെ വിളിക്കാനായിട്ട് പോവാണ്. അങ്ങനെ അച്ഛമ്മ, വിനായക വിക്രം എവിടെ? അവൻ ആ റൂമിലുണ്ടാവും അച്ഛമ്മേ. അങ്ങനെ അച്ഛമ്മ പോകുമ്പോണ്ടാവും വിക്രം ഡ്രസ്സൊക്കെ മാറി അവിടുന്ന് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നീ ഡ്രസ്സൊക്കെ മാറിയോ? വിക്രം പറയും, പിന്നല്ലാതെ എപ്പോഴും ആ ഫാൻസി ഡ്രസ്സ് തന്നെ നിക്കണോ? അച്ഛമ്മ പറയും, എന്നാലും ഒരുമിച്ചിരുന്ന് ഊണ് കഴിഞ്ഞിട്ട് മതിയായിരുന്നു മാറല്. ആ സാരമില്ല, വാ. വിക്രം ചോദിക്കും, അങ്ങോട്ട് കഴിക്കണ്ടേ? വേദമ്മൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. വിക്രം പറയും, എന്നവള് എന്റെ കൂടെ അല്ലല്ലോ ഇരിക്കാറ്, എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പുറത്തു പോകണം, ഞാൻ കഴിക്കുന്നില്ല. അച്ഛമ്മയ്ക്കും പുറത്തു പോവേ ഇന്നോ? വേണം അച്ഛമ്മേ, വളരെ അത്യാവശ്യ. അച്ഛമ്മയ്ക്കും എന്താ അത്യാവശ്യം? എനിക്കൊരാളെ കാണണം. അച്ഛന്മാരെ മാത്രമല്ലേ ഉള്ളൂ, ഇന്നിനി ആരെയും കാണണ്ട, ഇന്ന് തന്നെ കാണണം അച്ഛമ്മേ. ശരിക്കും ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കാണായിരുന്നു. ഇത് വിനായകൻ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് ദേഷ്യം വരും, ഇന്ന് പോവണ്ടെന്ന് പറഞ്ഞില്ലേ? നീ വല്ല റൗഡിയും തെമ്മാടിയൊക്കെ ആയിരിക്കും, പക്ഷെ നിന്നേക്കാളും വലിയ തിരുമാലിയാണ് സാക്ഷാൽ ഭഗവാൻ. ഇന്ന് കണ്ടല്ലോ. വിക്രം പറയും, ഞാൻ നാളെ പഴത്തൊലി ചവിട്ടി താഴെ വീണാലും അത് പരമശിവൻ കൊണ്ടിട്ടതാണെന്ന് പറയൂ അച്ഛമ്മ. അങ്ങനെയാണെങ്കിൽ എന്നെ 2 ദിവസം മുമ്പ് വണ്ടി ഇടിച്ച് റോഡിൽ വീഴ്ത്തിയത് അതും പരമശിവനാണോ? അല്ലല്ലോ. അച്ഛമ്മ പോയി ഊണ് കഴിക്കാൻ നോക്ക്, അവൾക്കും കൊടുത്തേക്ക്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് വൈകിച്ചാ പറ്റില്ല. അച്ഛമ്മ വിക്രം എന്ന് പറഞ്ഞ് തടയുമ്പോ വിക്രം പറയും, ഇത്രയും നാൾ അച്ഛമ്മ പറഞ്ഞ ഞാൻ കേട്ടില്ലേ, ഇന്നത്തെ ദിവസം ഞാൻ പറയുന്നത് അച്ഛമ്മ അങ്ങ് കേൾക്ക് എന്ന് പറഞ്ഞ് അച്ഛമ്മയെ ധിക്കരിച്ചുകൊണ്ട് വിക്രം അവിടുന്ന് ബുള്ളറ്റിൽ കയറി പോവുകയാണ്. വിനായകൻ ഇങ്ങനെ നോക്കും, ആ പോക്കത്രയ്ക്ക് ശരിയല്ലല്ലോ അച്ഛമ്മേ, അവന്റെ സംസാരത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അച്ഛമ്മ. ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാന്ത് എങ്ങോട്ടോ പോകുമ്പോ ഫോണിൽ സംസാരിക്കാം. ശരിയാ, അത് വല്ലാത്തൊരു അബദ്ധമായി പോയി, അവനെ അവിടെ അങ്ങനെ വിട്ടിട്ട് വരണ്ടായിരുന്നോ? അവൻ നമ്മളെ കണ്ടു കാണോ? ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, ബോധമായിട്ട് കിടക്കില്ലായിരുന്നോ? ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. തൽക്കാലം ഇത് വർഷയോടൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യും. അത് കട്ട് ചെയ്ത് മുന്നോട്ട് നോക്കുമ്പോണ്ടാവും വിക്രത്തിന്റെ ബുള്ളറ്റ് റോഡിന് കുറുകെ നിർത്തി അങ്ങോട്ട് തിരിഞ്ഞ് വിക്രം നിൽക്കുന്നേ. വിക്രമിനെ കാണുന്നതും ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ട്. അങ്ങനെ വിക്രം കാറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇറങ്ങ് എന്ന് പറയുമ്പോ ശ്രീകാന്ത് മൈൻഡ് ചെയ്യാണ്ടിരിക്കും. അതിൽ വിക്രം പിന്നെ പറയാൻ നിൽക്കുന്നില്ല. അപ്പുറത്ത് പോയി നല്ല വലിയ മുറിച്ചിട്ടൊരു തടിക്കഷ്ണം ഉണ്ടായിരുന്നു, അത് പോയി എടുത്തിട്ട് ആ കാറിന്റെ ചില്ല ആഞ്ഞടിക്കാൻ നിൽക്കുമ്പോഴേക്കും ശ്രീകാന്ത് ഗ്ലാസ് താഴ്ത്തിട്ട് പറയും, വേണ്ട ഞാൻ ഇറങ്ങി വരാം എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് ഇറങ്ങി വരും. എന്താ നീ പറഞ്ഞത്? അപ്പൊ ശ്രീകാന്ത് പറയും, കാർ തകർക്കരുത്. വിക്രം പറയും, ശരി, കാറ് തകർക്കുന്നില്ല, പകരം ഞാൻ നിന്റെ തലയടിച്ചു പൊട്ടിക്കട്ടെ. ശ്രീകാന്ത് തല താഴ്ത്തി നിൽക്കുമ്പോ വിക്രം ചോദിക്കും, എന്താ പേടിച്ചു പോയോ? അപ്പൊ ശ്രീകാന്ത് പറയും, വിക്രം നീ ശരിക്കും തെറ്റിദ്ധരിച്ചിരിക്കുക. വിക്രം ചോദിക്കും, ആരെ? എന്റെ ഈ 2 കണ്ണുകളെയോ? ശ്രീകാന്ത് ചോദിക്കും, നിനക്ക് എന്താ വേണ്ടത്? വിക്രം പറയും, നീ എന്താണോ എന്നിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചത് അത് തന്നെ ഞാനും ചോദിക്കുന്നതല്ലേ നല്ലത്. നിന്റെ ജീവൻ, അത് ഞാനിങ്ങ് എടുത്തോട്ടെ. എടാ, രാത്രിയുടെ മറവില് ഒളിച്ചു നിന്ന് കൊല്ലാൻ നോക്കിയാ അത് നീയാണെന്നേ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ? ഞാൻ അവിടെ കിടന്ന് തട്ടിപ്പോകുന്നു കരുതി നീയും നിന്റെ അമ്മ അച്ഛനും കൂടെ തിരിച്ചു പോയതല്ലേ? എടാ പൊട്ടന്മാരെ, മരിക്കാതെ തിരിച്ചു വന്ന അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ തിരിച്ചു തരുന്ന അറിയാലോ. എടാ, എന്ത് വിശ്വാസത്തിലെടാ കിഴങ്ങ എന്നെ വഴിയിലിട്ട് പോയത്? ശ്രീകാന്ത് പേടിക്കുന്നുണ്ട്. വിക്രം എന്നൊന്നും ചെയ്യരുത്. വിക്രം പറയേ, അങ്ങനെ പറയരുത്, ചുമ്മാ അതങ്ങ് വിട്ടുകളഞ്ഞാ നീ വീണ്ടും ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുള്ളൂ. എനിക്ക് എന്റെ ജീവനും കൂടെ നോക്കണ്ടേടാ. എടാ, നട്ടലിന് ഉറപ്പുണ്ടെങ്കിലേ നേരിട്ട് വന്ന് മുട്ടടാ. നാണാവുന്നല്ലടാ നിനക്ക്, നിന്റെ പെങ്ങൾക്ക് നിന്നെക്കാളും കടിച്ചിട്ടുണ്ടല്ലോടാ. എടാ മരത്തലയാ, തല്ലണമെങ്കിൽ നേരിട്ട് തല്ലാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇരുട്ടത്ത് 4 കൂലിക്കാരെയും വാടകയ്ക്ക് എടുത്ത് ഇന്നാതിരി നാണം കെട്ട പരിപാടി കാണിക്കല്ല വേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനൊരു അവസ്ഥയില് വന്ന് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു വിചാരം ഉണ്ടാവണം. എടാ, നിനക്കൊക്കെ എന്നെ തല്ലണമെങ്കിലേ കൂലിക്കാരെ അന്വേഷിക്കണം, പക്ഷേ എനിക്കങ്ങനെ വേണ്ട, അതെങ്കിലും ഓർക്കണ്ടേ പൊന്നളിയാ. ശ്രീകാന്ത് പറയും, വിക്രം ഞാനിത്. വിക്രം പറയും, അയ്യോ
അയ്യോ വിശദീകരിക്കില്ലേ, പറഞ്ഞു തീർന്നില്ല. എന്തായാലും എന്നെ കൊല്ലാൻ തീരുമാനിച്ചതല്ലേ, ഞാനായിട്ടൊരു അവസരം നിനക്ക് തരാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ നിന്റെ മുന്നിൽ വെറുതെ നിന്ന് തരാം. നിനക്ക് എന്നെ എന്തും ചെയ്യാം, അടിക്കേ പിടിക്കേ കൊല്ലേ എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞ് കയ്യും കെട്ടി അങ്ങ് നിൽക്കും വിക്രം. ഞാനേ തിരിച്ചൊന്നും ചെയ്യില്ല. എന്താ മതിയോ? ജില്ലാ ജഡ്ജ് ശങ്കരനാരായണന്റെ മകനാണെങ്കിൽ വാ. ശ്രീകാന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുമ്പോ വിക്രം ചോദിക്കും, എന്താടാ അളിയാ മുട്ട് ഇറക്കുന്നുണ്ടോ? നിപ്പ് കണ്ട ഇപ്പൊ പാൻസിൽ തോന്നുന്നുണ്ടല്ലോ. എന്നിട്ട് ശ്രീകാന്തിന്റെ തൊള്ളു കൈവച്ചിട്ട് പറയും, എടാ നിന്നെ പോലെ ഒരു ക്രിമിയെ ഇല്ലാതാക്കണമെങ്കിലേ ഞാൻ നേരിട്ട് പോലും വരണമെന്നില്ല, വെറുതെ ഒന്ന് ചൂളടിച്ചാ മതി. നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ചി വീട്ടില് ചെന്ന് ചേരുന്നതിന് മുമ്പ് കഴുത്തങ്ങ് പോകും. എന്തിനാണെന്ന് ചോദിക്കാൻ പോലും നിൽക്കാതെ പണിയും കഴിഞ്ഞ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങാൻ എത്ര പേരുണ്ടെന്നറിയോ നിനക്ക്? അളിയോ, നീ ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ പെങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിക്കുന്നുണ്ടാകും. അല്ല, നീ ഇതൊക്കെ ചെയ്യുന്നതേ നിന്റെ ദുരഭിമാനത്തിന് വേണ്ടിയാണ്. നിന്റെ സ്റ്റാറ്റസിനും അന്തസ്സിനും നിരക്കാത്ത ഒരു ബന്ധത്തെ പെങ്ങള് തെരഞ്ഞെടുത്തതിന്റെ പക, ആ പക മനസ്സിൽ സൂക്ഷിച്ചോ. പക്ഷേ ഇനി അളിയനൊരു വാണിംഗ് ഉണ്ടാവില്ല. നിന്റെ പെങ്ങൾ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയെന്നതുകൊണ്ട് ഞാൻ ഇനി നന്നായി കൊള്ളണമെന്നോ നിന്നെ പോലത്തെ വേട്ടവളയന്മാരെ വെറുതെ ഇവിടെ നിന്നും വാക്കൊടുത്തിട്ടൊന്നുമില്ല. ഭാര്യ പ്രസവിക്കാനിരിക്കല്ലേ, കുഞ്ഞിന്റെ മുഖം കാണുന്നതിന് മുമ്പ് ഈ ലോകം വിട്ടു പോകാൻ തിടുക്കം കാണിക്കണ്ട. പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞ് ബുള്ളറ്റിൽ കയറി വിക്രം അവിടുന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് അവിടെ വിക്രത്തിന്റെ വീട്ടിലെ വന്ന ജോലിക്കാരൊക്കെ പോയി. അങ്ങനെ വീട്ടിലിപ്പോ അവര് മാത്രമാണ്. മാഷ അകത്തേക്ക് കയറി വരുമ്പോ വേദയുടെ അടുത്ത് അമ്മയും അച്ഛമ്മയും ഇരിക്കുന്നുണ്ട്. എന്ത് പറ്റി സുധാകര, നിനക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. മാഷ് പറയും, പറയാനുണ്ട്, പക്ഷെ അമ്മ ഇടയിൽ കയറാൻ വരരുത്. കമല, മാഷ എന്തേ? കമല പറയും, നിങ്ങളും ഈ കുട്ടിയുടെ വീട്ടുകാരും കൂടെ ചേർന്നാണ് ഇന്ന് ഈ മാലയിടൽ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതല്ലേ? കമല പറയും, അതെ മാഷേ. എന്നിട്ട് അത് നടന്നോ? നിന്റെ മകൻ അവന്റെ ആണത്തവും വാശിയും കാണിക്കാൻ കിട്ടിയ താലി ഭഗവാന്റെ നിശ്ചയമാണെന്നല്ലേ നീയും ഇവളുടെ മുത്തശ്ശിയും പറഞ്ഞിരുന്നത്? മക്കളോടുള്ള സ്നേഹം മറ്റൊരു കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കത് മനസ്സിലായില്ല. അമ്മയ്ക്ക് ഇവരെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി മാല ഇടിക്കാനായിരുന്നു ധൃതി. എന്നിട്ട് എന്തായി? അപ്പൊ അച്ഛമ്മ പറയും, എന്താവാൻ, ഭഗവാനാണ് ആ വിവാഹം നടത്തിയതെന്ന് എന്ന് വീണ്ടും തെളിഞ്ഞില്ലേ? തട്ടിത്തെറിച്ച താളത്തിൽ നിന്ന് താലി മാലയും ഇവളുടെ കഴുത്തിൽ തന്നെ വന്ന് വീണില്ലേ സുധാകര? മാഷും അമ്മേ വെറുതെ വിട്ടിത്തരം വിളിച്ചു പറയരുത്. അങ്ങനെ വേദയോട് പറയണേ, കുട്ടി, ഈ ബന്ധം നിനക്ക് ഇന്നവരെ ഒരു ഗുണവും ഉണ്ടാക്കിയിട്ടില്ല. ആളുകളുടെ മുന്നിൽ നീ അവഹേളിക്കപ്പെടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഏതൊക്കെ സങ്കടാകും. കമല പറയും, മാഷേ എന്തൊക്കെയാ പറയുന്നത്? മാഷു പറയും, അതെ കമലം, അതാണ് ശരി. അച്ഛമ്മയ്ക്കും എന്താണ് ശരിയെന്ന്? ഈ കുട്ടിയുടെ അച്ഛൻ വീണേ വിവാഹം നടക്കില്ലെന്ന് കണ്ട സമയത്ത് ഈശ്വരൻ ഇടപെട്ട് അത് നടത്തിയതല്ലേ? അതല്ലേ സുധാകര നമ്മൾ കണ്ടത്? അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? താലം തട്ടിത്തെറിച്ച് മാല കഴുത്തിൽ വീണിട്ടുണ്ടെങ്കിൽ അതിന് അപകടം എന്നാ പറയാ, അല്ലാണ്ട് അനുഗ്രഹം എന്നല്ല. കുട്ടി, നിന്റെ കഴുത്തിൽ കെട്ടിയ താലി അവനെ നഴിക്കുക ചെയ്തത്, അത് കെട്ടുകയല്ല. ഇനി അവൻ അത് പറഞ്ഞായിരിക്കും നിന്നോട് തർക്കിക്ക. ഇത് കേൾക്കുമ്പോ കമലമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. ജീവിതത്തിൽ അവൻ നിന്നെ അംഗീകരിക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അവന്റെ അച്ഛമ്മയുടെ മുന്നിൽ ഒരു പക്ഷേ അവൻ മിണ്ടിയില്ലെന്ന് വരും. പക്ഷെ അതുപോലെയാണോ അവൻ ശരിക്കും നിന്റെ മുന്നിൽ? വേദ ഒന്നും പറയാതെ തലതാഴ്ത്തുമ്പോ മാഷ് പറയും, മോളെ, ജീവിതത്തിൽ ചിലപ്പോ തെറ്റുപറ്റും. നിനക്കും പറ്റിയത് അതാണെന്ന് കരുതുക. അവന്റെ അമ്മയ്ക്കും അച്ഛമ്മയ്ക്കും അവൻ നന്നായി കാണണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഒരു മകൻ ഒരു വിവാഹം കഴിച്ചാൽ നന്നാവുന്നേ വിചാരിച്ചു പോകുന്ന മലയാളി അമ്മമാരെ പോലെയാണ് അവരും. അവരെ തിരുത്താനാവില്ല. പക്ഷേ നിനക്ക് നിന്നെ തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഞാനിത് ഇനിയും നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം അതിന്റെ ഉത്തരവാദിത്വമായിപ്പോയി എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോ വേദ അച്ഛാ എന്ന് വിളിക്കുമ്പോ ആ വിളി കേൾക്കുമ്പോ മാഷങ്ങ് ഷോക്കായി പോകും. പെട്ടെന്ന് എല്ലാവരും വേദയെ തന്നെ ശ്രദ്ധിക്കുക. അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ചടങ്ങ് നന്നായിരിക്കണമെന്ന് ഒരു വേള അച്ഛനും ആഗ്രഹിച്ചതല്ലേ? അച്ഛൻ നുണ പറയില്ലെന്ന് എനിക്കറിയാം. ഈ ചടങ്ങ് നടക്കണം എന്നുള്ളതുകൊണ്ടല്ലേ ഇന്നത്തെ ദിവസം കഴിഞ്ഞ മാഷ് എന്നതിന് പകരം ഞാൻ അച്ഛനെന്ന് വിളിക്കണമെന്ന് അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചത്. അത് അച്ഛന്റെ മകന്റെ ഭാര്യയായി മനസ്സിലെവിടെയോ എന്നെ അംഗീകരിച്ചത് കൊണ്ടല്ലേ? ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ഒരിക്കൽ പോലും അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. വിക്രം നന്നല്ലാത്തത് കൊണ്ട് ഞാൻ കൂടെ അനുഭവിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും അച്ഛമ്മയും ഒക്കെ എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ ഏറ്റെടുത്ത എന്റെ ദൗത്യത്തിൽ ഞാൻ എന്തിനു പേടിക്കണം? മാഷോയ്ക്കും ദൗത്യോ? എന്ത് ദൗത്യം? വേദ പറയും, വിക്രമിനെ സ്നേഹിക്കുക എന്നുള്ള ദൗത്യം. അത് കേൾക്കുമ്പോ മാഷ് ഷോക്കാവും. വേദ പറയും, എല്ലാം തികഞ്ഞ മനുഷ്യനെ മാത്രമേ ഇഷ്ടപ്പെടാൻ പറ്റൂന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ചാലും പുറത്തൊരാൾ പോലും എന്നോട് മോശമായി പെരുമാറാൻ വിക്രം അനുവദിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുള്ളിൽ എവിടെയോ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയല്ലേ? മനുഷ്യരുടെ ജീവിതം യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രം സംഭവിക്കുന്നതല്ലോ. നിങ്ങളുടെ മകൻ ഇങ്ങനെയാകുന്നേ എന്നെങ്കിലും നിങ്ങൾ വിചാരിച്ചിരുന്നോ? ഇല്ലല്ലോ. അതുപോലെ എന്റെ ജീവിതവും ഇങ്ങനെയാകുന്നേ ഒരിക്കലും വിചാരിച്ചതല്ല. മിടുക്കനായ ഒരാൾക്ക് തെമ്മാടിയായി മാറാമെങ്കിൽ തിരിച്ചു ആകാവുന്നതല്ലേ? വിക്രം ഇങ്ങനെയാവാൻ കാരണം ഇതിന് ഒരു കാരണം ഉണ്ടാകുമല്ലോ.
അതുപോലെ വിക്രം തിരിച്ച് പഴയതുപോലെ ആവാനും ഒരു കാരണം ഉണ്ടാകും. അതൊരു പക്ഷേ ഞാനാണെങ്കിലോ ഒന്നും പറയാതെ മാഷ് അവിടുന്ന് പോകും. അച്ഛമ്മ പറയും, ഇപ്പഴാ ശരിക്കും നീ വീടിന്റെ മഹാലക്ഷ്മി ആയത് അല്ലേ കമലേ എന്ന് നോക്കുമ്പോ അമ്മ സ്നേഹത്തോടെ വേദയെ ചേർത്ത് പിടിക്കണേ. അങ്ങനെ അവരവിടെ നിൽക്കും. ശേഷം പിന്നീട് രാത്രി വിക്രം തിരികെ വീട്ടിലെത്തിയിരിക്കണേ. നേരെ റൂമിലേക്ക് വരുമ്പോണ്ടാവും വേദ അവിടെ ഇരിക്കുന്നേ. നീ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? എന്തൊരു മണ്ടൻ ചോദ്യം വിക്രം ഇത്. ഇനി മുതൽ എന്നെ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ നിന്നെ എന്താ ഈ റൂമിൽ കാണാത്തത് എന്നല്ലേ ചോദിക്കേണ്ടത്. ഇന്നാ താലം തട്ടിത്തെറിപ്പിച്ചപ്പോ ഞാനൊന്ന് പകച്ചോ, പക്ഷേ കൃത്യമായി അതെന്റെ കഴുത്തിൽ തന്നെ വന്ന് വീണല്ലേ. അതെ, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. വേദ പറയും, ശരിയാ, ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ടാകും, അല്ലാതെ നിങ്ങളെപ്പോലെ ഒരാളെ എന്റെ ജീവിതത്തിലേക്ക് വരില്ലായിരുന്നല്ലോ. അതില് വിക്രം പറയുന്നേ, ഇനിയും നീ ഇതിലേക്ക് ദൈവത്തിന്റെ പേര് വലിച്ചിട്ടാലേ സത്യമായിട്ട് ഞാൻ നിന്നെ തല്ലൂട്ടോ. വേദയ്ക്കും ആഹാ, വെട്ടുപോത്തിന് അത്രയും ധൈര്യമുണ്ടോ, എന്നാ അതൊന്ന് കാണണല്ലോ, തല്ലേ തല്ലേ എന്ന് പറഞ്ഞ അടുത്തേക്ക് നിൽക്കുമ്പോ വിക്രം ബാക്കിൽ കൈയും കെട്ടി നിൽക്കും. നിങ്ങക്ക് തല്ലാനുള്ള ധൈര്യം മാത്രമല്ല ഇല്ലാത്തത്, പെരുമാറാനുള്ള കോമൺ സെൻസും ഇല്ല. അല്ലെങ്കിൽ ഇത്രയും കാലം പിണങ്ങിയിരുന്ന വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി എന്നെ പോലൊരു സുന്ദരിയായ പെൺകുട്ടിയെ മാല ചാർത്തിയ ദിവസം. ഇത് കേൾക്കുമ്പോ വിക്രം അടിമുടിയൊന്ന് നോക്കും. ഇങ്ങനെയാണോ ആണൊരുത്തൻ പറയേണ്ടത്? മോശം മോശം. വിക്രം പറഞ്ഞു, ഡി നീ എന്റെ ആണത്തത്തെ ചോദ്യം ചെയ്യാനൊന്നും വരില്ലേ, പറഞ്ഞേക്കാം. അതിൽ വേദ കുറച്ചുകൂടി അടുത്തേക്ക് നിന്നിട്ട് ചോദിക്കും, ചോദ്യം ചെയ്താ എന്ത് ചെയ്യും? വേഗം പറ, ചോദ്യം ചെയ്താ എന്ത് ചെയ്യും? വിക്രം ചോദിക്കും, അയ്യേ നിനക്ക് നാണല്ലേ, അങ്ങോട്ട് മാറി നിൽക്ക് വേദാളെ. അപ്പോ വേദ പറയും, അയ്യേ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആണുങ്ങളെ എന്ന് പറഞ്ഞ് കുറച്ച് വിട്ടേക്ക് നിൽക്കും. കണ്ണിൽ നോക്കി ഒരു പെണ്ണ് ചോദ്യം ചോദിച്ചാലേ ഏത് ഘടാഘടനായ ആണായാലും ഒന്ന് താഴ്ന്നു പോകും. അല്ല, ഞാൻ കാര്യമായിട്ട് ചോദിക്കാ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നത്? അപകടം പറ്റിയപ്പോ നിങ്ങളുടെ തലയിൽ ഞരമ്പ് എന്തെങ്കിലും പറ്റിയോ? അല്ല, ഇത്രയും നാള് ഒരു ഗുണ്ടയായിരുന്നു എന്നായിരുന്നു പറച്ചില്, ഇനി അതിന്റെ കൂടെ ഒരു ഞരമ്പനെ കൂടിയാണ് കെട്ടിയതെന്ന് പറയൂ എന്റെ ദൈവമേ. ദാ വിക്രം പറയും, അതേടി എന്റെ ഞരമ്പിന് അസുഖ, ഞാനൊരു വട്ടനാ, എന്റെ തലയ്ക്ക് വട്ടാ, അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നേ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചിലപ്പോ നിന്നെ പിച്ച് ചെയ്യുന്നോ, തല അടിച്ചു പൊട്ടിച്ചും ശ്വാസം മുട്ടിച്ചേ കണ്ണ് കുത്തി പൊട്ടിച്ചേ തലമുടി മൊത്തം വലിച്ചു എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തില് എന്നാ ഒരു കുട്ടിത്തത്തോടു കൂടി ഇങ്ങനെ സംസാരിച്ച് വിക്രം അവിടെ ഇരിക്കും. ഏതൊക്കെ അവളത്ത് കൈവച്ചിട്ട് വരും, കലിപ്പ് തീരുന്നില്ലല്ലേ. അപ്പൊ കാരണം ഞാനല്ല, വേറെ ആരോ ആണ്. ദേ ഇങ്ങനെ ബഹളം വെച്ച വീട്ടുകാർ എഴുന്നേറ്റ് വരും, അത് പിന്നെ അതിലും വലിയ നാണക്കേടാവും. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. കെട്ടുകഴിഞ്ഞ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് അച്ഛമ്മ പോലും പറഞ്ഞത് കേൾക്കാതെ എന്റെ കണവൻ വിക്രം വെട്ടുപോത്ത് എങ്ങോട്ടാ ആ പാട്ട് വണ്ടിയില് കയറിപ്പോയത് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുമ്പോ വേദ പറയും, ഓ ശരി ശരി, എന്നാ ആ ജംബു ജെറ്റിൽ കയറി കുതിച്ചത് എവിടേക്കാണാവോ? അപ്പോ വിക്രം പറയും, എനിക്കൊരു ചിന്ന വീടുണ്ട്, ഞാൻ അവളെ കാണാൻ പോയതാ. എന്തേ? അപ്പൊ വേദ ചിരിച്ചിട്ട് പറയും, ഉള്ള വീട്ടിൽ തന്നെ അന്തി ഉറങ്ങാൻ വിധിച്ചിട്ടില്ലാത്തവനാ, ഇനിയിപ്പൊ ചിന്ന വീട്. വിക്രം ചോദിക്കും, എന്തോന്ന്? വേദ പറയും, വിക്രം ഗുണ്ടയ്ക്ക് അതിനുള്ള ആംബിയർ ഒന്നും ആയിട്ടില്ലെന്ന് എനിക്കറിയാന്ന്. എന്നാ പിന്നെ ഞാൻ നിന്റെ തമ്പയെ കാണാൻ പോയതാടി. മകളുടെ കഴുത്തിലെ താലി വീഴുന്നതിന് മുമ്പ് ബോധം കിട്ടു പോയില്ലേ അയാളെ, എന്താ മതിയോ? ഇത് കേൾക്കുമ്പോ വേദയുടെ കണ്ണ് പെട്ടെന്ന് അങ്ങ് നിറയും. അങ്ങനെ തിരിഞ്ഞു നിന്ന് കരയുന്ന കാണുമ്പോ വിക്രത്തിനൊരു സങ്കടാവുന്നുണ്ട്. വേദ പറയും, അമ്മയ്ക്കും ദീപ്തിക്കും ഒപ്പം അച്ഛനെ കാണാൻ പോണെന്ന് തന്നെയാ ഞാനും വിചാരിച്ചത്. പക്ഷേ മുത്തശ്ശി അച്ഛമ്മയും എപ്പോഴേക്കും വിക്രത്തിന് സങ്കടാവും. മതി, ഇനി അതിന്റെ പേരിൽ മോങ്ങാനൊന്നും നിൽക്കാൻ, നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല. വേദ പറയും, അറിഞ്ഞു, ഞാൻ വിളിച്ചിരുന്നു ദീപ്തിയുടെ ഫോണിലേക്ക്, പക്ഷേ അച്ഛൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് തന്നെ ആശ്വാസം. മുത്തശ്ശി പറഞ്ഞത് ചടങ്ങിന് വരാൻ അച്ഛനും ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാ. പിന്നെ എന്താണാവോ അങ്ങനെ ഉണ്ടായത്? അപ്പൊ വിക്രം പറയും, നിന്റെ അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതമാണെന്ന് നിന്റെ മുത്തശ്ശി പറഞ്ഞത് കള്ളവാ, അയാൾക്ക് തൊട്ടും ഇഷ്ടമല്ല, ഇനി ഇഷ്ടാവേയില്ല. അല്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കുന്നതിന്റെ 2 ദിവസം മുമ്പ് മകനെയും മകന്റെ അമ്മായച്ഛനെയും കൂട്ടി അയാളെന്നെ കൊല്ലാൻ വിടായിരുന്നോ എന്ന ചോദ്യം കേൾക്കുമ്പോ വേദന ഞെട്ടിപ്പോകും. അതിനുശേഷം പിന്നീടുള്ള പ്രൊമോണ് കാണിക്കുന്നത് അതിലെ വിക്രം രാത്രി ഉറങ്ങുന്നത് രണ്ടുപേരും തല്ലൊക്കെ കൂടിയിട്ടാണ്. വേദ എഴുന്നേറ്റ് വന്ന് വിക്രത്തിന്റെ വായില് ഉപ്പുകല്ല് ഇങ്ങനെ കെട്ടിത്തൂക്കുന്നുണ്ട്. ആ ദേഷ്യത്തിൽ വിക്രം ചാടി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന വെള്ളം വേദയുടെ ദേഹത്തേക്ക് അങ്ങ് ഒഴിക്കും. അപ്പോഴേക്ക് വേദ ചൂലോ എന്തോ എടുത്ത് അടിക്കാൻ വരുമ്പോ വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ തടഞ്ഞു നിർത്തി അവര് സംസാരിക്കാം. പിന്നീട് വിക്രം കുളിക്കാൻ പോകുന്ന സമയത്ത് വേദ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോ വിക്രം തല്ലുകൂടുന്നുണ്ടെന്ന് തോന്നണോ, ഞാൻ ഐഡി കൂലിക്ക് കെട്ടാൻ നടക്കുന്നവനോ? വേദ പറയും, ലോകത്ത് ഒരു പെണ്ണിനോടും ചെയ്യാത്ത മട്ടില് 4-5 പ്രാവശ്യം എന്നെ കെട്ടിയിട്ടും ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴൊരു വേലക്കാരിയാണോടോ? വേറെ ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ നിങ്ങളുടെ കാരണമായിരിക്കും അടിച്ചു പൊട്ടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കയ്യോങ്ങുമ്പോ തന്നെ വിക്രം പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് കമ്പനിയുടെ കളികളിനെ വിക്രം മോനോ കാണാനിരിക്കുന്നതേ ഉള്ളൂ. വിക്രം വേദയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ടൊരു ടോം ആൻഡ് ജെറി ആയിരിക്കും ഇവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്